ഹലോ പ്രിയരി തരങ്ങണി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ കൊടുക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീ സത്യശീലൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും സാദരം ഇവിടേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തയ്യൊക്കെ റെഡിയല്ലേ? പിന്നെ അതൊക്കെ സെറ്റല്ലേ? നീ ഒന്ന് എന്നെ മണക്കുന്നുണ്ടല്ലോടാ. സത്യം പറ, തൈ വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് നീ കളുമുന്തിയോ? അത് സുരേണം തന്നത്. മാസം മാസം ഇതേപോലെ എന്തെങ്കിലും പരിപാടി തട്ടിക്കൂട്ടിയാലേ ഗ്രാൻഡ് കിട്ടും. അതില്ലാതാക്കരുത്. ഞാനങ്ങനെ ചെയ്യൂ? എന്നാ നിനക്ക് കൊള്ളാം. നീ പോയാ പിള്ളേർക്ക് ഈ ഫ്ലാഗ് ഒക്കെ എടുത്തുവിടും. പിടിച്ചോ 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 പിടിച്ചോ. പിടിച്ചോ പിടിച്ചോ. എനിക്ക് പറഞ്ഞെന്താ വന്ദേ മാതരം. പ്രിയരെ, കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകുവാനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീ സതീശനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്ന് ഈ വൃക്ഷത്തൈ സ്വീകരിച്ചോണ്ട് പോണം കേട്ടോ. രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, കുഞ്ഞുകുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓരോ സ്വാതന്ത്ര്യദിനവും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആഘോഷങ്ങൾക്കും അപ്പുറം എന്ത് സ്വാതന്ത്ര്യമാണ് നമ്മൾ നേടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ ആരും നേടിയെടുത്തതല്ല. പല മഹത് വ്യക്തിത്വങ്ങളും കുഴിച്ചു വെച്ചാൽ മതി, വേറെ ഓടിക്കോളും. ഇത് പക്ഷേ ആഫ്രിക്കൻ പ്ലാവാ. ഒരു അഞ്ച് വൃക്ഷത്തൈകൾ നൽകാൻ ഈ ദിനം തെരഞ്ഞെടുത്തത് പ്രശംസനീയമാണ്. എന്നിരുന്നാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൊടുത്തതൊക്കെ ഒരു വൃക്ഷത്തൈയാണോ? ഇതിന് പകരം വല്ല ഈട്ടുതൈയോ തേക്കിൻ തൈയോ കൊടുത്തിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. അതാകുമ്പോൾ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മുറിച്ചു വിറ്റാൽ നല്ല വില കിട്ടൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ 10 രൂപ കിട്ടി. 19 വർഷം പഴക്കമുള്ള ആ ഘടാകരിയം തേക്ക്